ഇവരിങ്ങനെ പാവപ്പെട്ട സാധുജനങ്ങളെ ഉമറാക്കളെ തെറ്റിദ്ധരിപ്പിക്കും വിധമൊക്കെ ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സംസ്ഥാന വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥയുടെ സെക്രട്ടറി മുക്കം ഉമർ ഫൈസി കളവ് പറയുന്നു എന്നൊരു വിമർശനം പൊന്നാനി MLA KP നൌഷാദ് അലി ഉന്നയിച്ചു. അതേ തുടർന്ന് രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുകയാണ്. ഇപ്പോൾ KP നൌഷാദ് അലി നമുക്കൊപ്പം ചേരുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ സമസ്തയുടെ ഒരു സെക്രട്ടറിയെ കളവ് പറയുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കാൻ കാരണം? 2 മുസ്ലിമേതര അംഗങ്ങളെ ഉടൻ നിയമിക്കുമെന്ന് കൂടി പറഞ്ഞ ഒരു ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വഖഫ് ബോർഡിലുള്ള മുഴുവൻ അംഗങ്ങളും നിയമിതരായിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് 2 മുസ്ലിമേതര അംഗങ്ങളെ നിയമിക്കുമെന്നൊരു വാഗ്ദാനം രേഖാമൂലം നൽകി അധികാരത്തിലേറിയ ആളുകളാണ് അവർ. ഇപ്പം നിലവിലുണ്ടായ കോടതി വിഷയങ്ങളിൽ എവിടെയും മുസ്ലിമേതര അംഗങ്ങളെ ഇപ്പോൾ നിയമിക്കുമെന്നോ അല്ലെങ്കിൽ നാളെ നിയമിക്കുമെന്നോ കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞതിലുപരിയായിട്ട് ഈ സംസ്ഥാന സർക്കാർ കോടതിയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. രണ്ടാമത്, ഈ കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ വഖഫ് ബോർഡ് നൽകിയ ഹർജിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് 2 മുസ്ലിമേതര അംഗങ്ങളെ വെക്കുന്നതിൽ സർക്കാരിന് ഒരു ശുഷ്കാന്തിയും ഇല്ല, മറിച്ച് ഞങ്ങളെയൊക്കെ പിരിച്ചുവിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ വഖഫ് ബോർഡ് കോടതിയിൽ, അതും സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 14 പ്രകാരമുള്ള ഒരു നടപടിക്രമങ്ങൾക്കും തങ്ങൾ എതിരല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്. സെക്ഷൻ 14 2 മുസ്ലിമേതര അംഗങ്ങളെ നിയമിക്കുന്ന ക്ലോസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ വിഷയത്തിൽ സമ്പൂർണ്ണമായിട്ട് അധികാരമേൽക്കുമ്പോഴും ഇപ്പോഴും ഒരേ നിലപാട്, അത് ഇപ്പോൾ ഒന്നുകൂടി കടുപ്പിച്ച് തീവ്രമായൊരു നിലപാട് മുസ്ലിമേതര അംഗങ്ങളെ വെക്കുന്ന കാര്യത്തിൽ എടുത്തിട്ടുള്ള വഖഫ് ബോർഡും അംഗങ്ങളുമൊക്കെ UDF സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പരസ്യമായിട്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സത്യാവസ്ഥ ജനങ്ങളോട് പറയണമെന്നുള്ളത് ഒരു UDF പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ബാധ്യതയാണ്. അത് ഞാൻ നിർവഹിച്ചു എന്നുള്ളതാണ്. ഇതൊന്നും ഒട്ടും വ്യക്തിപരമല്ല. ഞാനുമൊക്കെ സമസ്തയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. ഞങ്ങളൊക്കെ തമ്മിൽ വലിയ വിനിമയങ്ങളുള്ളതാണ്. അതുകൊണ്ട് ഇതിനകത്ത് വ്യക്തിപരമായ ഒന്നുമില്ല. ഇത് കൃത്യമായൊരു വൈരുദ്ധ്യം നിറഞ്ഞ നിലപാടുകളിലെ പൊള്ളത്തരം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമാണ്. താങ്കൾ മുസ്ലിം ലീഗിനേക്കാൾ വലിയ ആവേശം ഇതിനകത്ത് കാണിച്ചു എന്നൊരു വിമർശനം ഈ ഉമർ ഫൈസിയെ പിന്തുണക്കുന്ന സമസ്ത പ്രവർത്തകർക്കിടയിലുണ്ട്. ഞങ്ങളൊക്കെ UDF ആണ്. UDF സർക്കാരിനെതിരെ വരുന്ന CPMൻ്റെ ദുഷ്ടലാക്കോടുകൂടിയ എല്ലാ പ്രചരണങ്ങളെയും ഒരുമിച്ച് നിന്ന് ലീഗ് കോൺഗ്രസ് ഭേദമില്ലാതെ UDF എതിർക്കും. അതിനകത്ത് വേർതിരിച്ച് വിഭജിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. ഈ ഉമർ ഫൈസി മുക്കത്തെ CPM രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ചു എന്നൊരു വിമർശനം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഈ ഉലമാക്കളൊക്കെ അവരൊക്കെ നിഷ്കളങ്കരായ മനുഷ്യരാണ് ഒരു പരിധിവരെ. അപ്പോൾ അവരെ ഒരു വശത്ത് ഇത്തരം വലിയ വിവാദ വിഷയങ്ങൾ ഉൾപ്പെടുന്നൊരു പ്രയർ തയ്യാറാക്കി അതിനിടയിൽ ഒപ്പിടുവിച്ചിട്ട് ഉമർ ഫൈസി മുക്കത്തേക്ക് 1ാമത്തെ പെറ്റീഷണറാക്കിയിട്ട് സുപ്രീം കോടതിയിൽ ഒരു വശത്ത് ഹർജി സമർപ്പിക്കുക, ഇപ്പുറത്ത് അദ്ദേഹത്തെ കൊണ്ട് അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ സ്വന്തം വേദിയിൽ വിളിച്ചു വരുത്തി പ്രസംഗിപ്പിക്കുക. ഇതിൻ്റെ ഒന്നും രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും ചിലപ്പോൾ ഉലമാക്കൾക്ക് പണ്ഡിതർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവരെയൊക്കെ ഇത്തരത്തിൽ പെടുത്തിക്കൊണ്ട് അവരുടെയൊക്കെ മുഖം കെടുത്തുന്ന, അതൊരു പഴയ പ്രയോഗം തന്നെയാണ് ഈ മുഖം കെടുത്തുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ മുഖം കെടുത്തിക്കൊണ്ടുള്ള നിലപാടുകൾ CPM ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും എതിർക്കുക തന്നെ ചെയ്യും. കാരണം CPMന് ഇതിനകത്ത് കൃത്യമായ ദുഷ്ടലാക്കാനുള്ളത്. ഞാൻ അതിനകത്ത് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. RSSകാരെ നിയമിക്കാൻ പോകുന്നു എന്ന മട്ടിലൊക്കെ ആ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ വഖഫ് ബോർഡിൻ്റെ കേസ് വാദിക്കുന്നത് ഒരു RSSകാരനാണ്. ഹൈക്കോടതിയിൽ നിന്ന് പിരിഞ്ഞ് BJPയിൽ ചേർന്ന ഒരു വക്കീലാണ് സുപ്രീം കോടതിയിൽ ഉമർ ഫൈസി മുക്കം 1ാമത്തെ പെറ്റീഷണറും റഹീം 2ാമത്തെ പെറ്റീഷണറുമായ വഖഫ് ബോർഡിൻ്റെ ഹർജിയിലെ വക്കീൽ. അപ്പോൾ ഇത് സമ്പൂർണ്ണമായിട്ട് കോൺട്രവേഴ്സ്യലായ കാര്യങ്ങളാണ്. പക്ഷേ അത് ഇവരിങ്ങനെ പാവപ്പെട്ട സാധുജനങ്ങളെ ഉമറാക്കളെ തെറ്റിദ്ധരിപ്പിക്കും വിധമൊക്കെ ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടു നിൽക്കുക സാധ്യമല്ല.